ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ജാമാണ്. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലത്തെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇത് വാട്സപ്പിൽ കൂടി ആരെങ്കിലും ഷെയർ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ആദ്യം ഈ നീല ലിങ്കിൽ ഞെക്കിയിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് കൊടുത്തിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി ഞെക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്തായാലും ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഏകദേശം ഒരു 1/2 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 750 ഗ്രാം പഞ്ചസാര, പിന്നെ ഒരു 5 ഗ്രാമ്പു, 2 കറുവപ്പട്ട, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീരും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മാങ്ങ ഒന്ന് നന്നായി തൊലി കളഞ്ഞ് കഷ്ണിച്ചെടുക്കാം. അപ്പം നമ്മൾ തൊലി കളഞ്ഞ് കഷ്ണിച്ചെടുത്തിട്ട് ഇനി അടുപ്പത്തൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഷ്ണിച്ച് വെച്ച മാങ്ങ ഇട്ട് ചെറുതായി ഒന്ന് വേവിച്ചെടുക്കുക. വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പട്ടയും ഗ്രാമ്പും ഒന്ന് ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് വേവിച്ചതിന് ശേഷം നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വെള്ളവും പിന്നെ കറുവപ്പട്ടയും ഗ്രാമ്പും കളഞ്ഞിട്ട് മാങ്ങ മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായി തണുത്ത് കഴിയുമ്പം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. ഞങ്ങളിപ്പോൾ ഇത് നന്നായി അടിച്ചെടുക്കുന്നില്ല, ഇടയ്ക്ക് മാങ്ങ ഒന്ന് കടിക്കാൻ വേണ്ടി ചെറുതായി ഒന്ന് അടിച്ചെടുക്കുന്നേ ഉള്ളൂ. അത് നന്നായി അടിച്ചിട്ട് അടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ അടിച്ചു വെച്ചത് ഒന്ന് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീരും ഒഴിച്ച് നല്ലോണം കുറുകി വരുന്നവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഏകദേശം ഈ പാകമാകുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി അതൊരു ജാമിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായി തണുത്ത് കഴിയും. അധികം തണുക്കണ്ട, ചെറുതായി ഒന്ന് തണുക്കുമ്പോൾ തന്നെ നമുക്ക് മാറ്റാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പം 300 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പം നമ്മൾ ഫേസ് റിവീൽ നടത്തുന്നതാണ്. അപ്പം പെട്ടെന്ന് 300 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഒന്ന് കട്ട സപ്പോർട്ട് ചെയ്യുക.